ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം തരം മെയിൻസ് പരീക്ഷ, അതുപോലെ തന്നെ വരാൻ പോകുന്ന ക്ലറിക്കൽ ടെസ്റ്റ് LD ക്ലർക്ക് 2027 പരീക്ഷ, ഇവയെയൊക്കെ ലക്ഷ്യമാക്കി തൊഴിൽ വീതിയിൽ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളാണ്. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പം നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ഓരോ ടോപ്പിക്കിനെയും കീറിമുറിച്ച് SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, മുൻവർഷങ്ങളിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ, പ്രസ്താവന ചോദ്യങ്ങൾ, അവയുടെ അനുബന്ധ വിവരങ്ങൾ. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഭരണഘടന കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ പഠിക്കുന്നത് പൊതുജനാരോഗ്യം. എല്ലാ പരീക്ഷകളിലും ഇപ്പം നിറസാന്നിധ്യമാണ് പൊതുജനാരോഗ്യം. പൊതുജനാരോഗ്യം ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് 2ാമത്തെ ക്ലാസ്സാണ്. ഇവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? അപ്പോൾ ഒന്നിൽ കൂടുതൽ രോഗങ്ങളുണ്ട്. ഉത്തരം ടൈഫോയിഡ്, കോളറ. രോഗങ്ങൾ പകരുന്ന രീതികളും ഏതൊക്കെ രോഗങ്ങളാണ് പകരുന്നതെന്നും പഠിക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം, അതായത് മലിനജലത്തിലൂടെയും മലിനമായ ആഹാരത്തിലൂടെയും പകരുന്നവ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന പകരുന്നത് കോളറ, വയറിളക്കം, ടൈഫോയിഡ്. കൊതുകു മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻ ഗുനിയ. സമ്പർക്കം മുഖേന പകരുന്നത് ചെങ്കണ്ണും കുഷ്ഠവും. ഇവയിൽ തൊഴിൽ ജന്യ രോഗമേത്? അതായത് നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. പൊടി ശ്വസിക്കുന്നതിലൂടെ ഇൻ്റർസ്റ്റീഷ്യൽ ഫൈബ്രോസിസിന് കാരണമാകുന്ന ശ്വാസകോശ രോഗങ്ങളുടെ പൊതുവായ പദമാണ് ന്യൂമോകോണിയോസിസ്. സിലിക്കയുടെ പൊടി ശ്വസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന തൊഴിൽപരമായ ശ്വാസകോശ രോഗമാണ് സിലിക്കോസിസ്. ഇത് ഒരു തരം ന്യൂമോകോണിയോസിസിന് ഉദാഹരണമാണ്. ആസ്ബസ്റ്റോസ് പൊടി, നാരുകൾ എന്നിവ ക്യാൻസർ ഉണ്ടാകാനും ശ്വാസകോശ രോഗം മറ്റവസ്ഥകൾക്കും ഇടയാകുന്നു. അടുത്ത ചോദ്യം, T ലിംഫോസൈറ്റുകൾ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് എവിടെ? T എന്നുള്ള പേരിൽ നിന്നോർക്കുക, തൈമസ് ഗ്രന്ഥി. T തൈമസ്. ഒരു ജീവിയിൽ രൂപപ്പെടുന്ന രോഗപ്രതിരോധ വ്യവസ്ഥയിലെ വെളുത്ത രക്താണുക്കളാണ് B കോശങ്ങളും T കോശങ്ങളും. ഇതിൽ 2 നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. അപ്പോൾ ചുവന്ന രക്താണുക്കളല്ല, വെളുത്ത രക്താണുക്കളാണ് B സെല്ലും T സെല്ലും. രോഗപ്രതിരോധ വ്യവസ്ഥയ്ക്ക് സഹായിക്കുന്നു. രണ്ടും നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. B കോശങ്ങൾ അസ്ഥിമജ്ജയിൽ തന്നെ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു. T കോശങ്ങൾ തൈമസിലേക്ക് സഞ്ചരിച്ചിട്ട് അവയുടെ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു. പ്രസ്താവനകൾ പരിഗണിക്കുക. ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ B ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് ആൻറ്റിബോഡികൾ. B ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ അറിയപ്പെടുന്ന പേര് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ്. ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ലുക്കീമിയ. 3ാമത്തത് തെറ്റാണ്. ആദ്യത്തെ 2 നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. 3ാമത്തത് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ലുക്കീമിയ. പ്രത്യേക പ്രതിരോധം വഴി രോഗാണുക്കളെ നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളെ വിളിക്കുന്ന പേരാണ് ലിംഫോസൈറ്റുകൾ. ഇവ അസ്ഥിമജ്ജയിൽ രൂപപ്പെടുന്നു. B ലിംഫോസൈറ്റുകൾ അവിടെ തന്നെ പാകപ്പെടുമ്പോൾ T ലിംഫോസൈറ്റുകൾ തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുന്നു. ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥ ലുക്കീമിയ. ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ ല്യൂക്കോപീനിയ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എല്ലാത്തരം സൂക്ഷ്മജീവികളും രോഗങ്ങൾക്ക് കാരണമാകുന്നു.
അത് ശരിയായ പ്രസ്താവനയാണോ? ഒരിക്കലുമല്ല. സൂക്ഷ്മജീവികൾ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ രോഗം പകരും. കറക്റ്റാണ്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെ വിളിച്ചിരിക്കുന്ന പേരാണ് പകർച്ചവ്യാധികൾ. 2ഉം 3ഉം കറക്റ്റാണ്. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിൻ്റെ പ്രവർത്തനമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം തുടങ്ങിയവ വായുവിലൂടെ പകരുന്നു, നമ്മൾ പഠിച്ചു. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ജൈവ അവശിഷ്ടങ്ങൾ ജീർണിച്ച് മണ്ണിൽ ചേരുന്നത്. ഹോമിയോപ്പതി എന്ന ചികിത്സാ രീതി മുന്നോട്ട് വെച്ചത് ആര്? നമുക്കറിയാം, സാമുവൽ ഹനിമാൻ. അതിന് ഓപ്ഷൻ വേണ്ട. ജർമ്മൻ ഡോക്ടറായിരുന്നു ഹോമിയോപ്പതി ചികിത്സാ രീതിക്ക് തുടക്കമിട്ട സാമുവൽ ഹനിമാൻ. ഹോമിയോപ്പതിയെക്കുറിച്ചും വൈദ്യശാസ്ത്രത്തിന് ഹോമിയോപ്പതി നൽകിയ സംഭാവനകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കാനായി എല്ലാ വർഷവും ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായ ഹിപ്പോക്രട്ടസ് ആണ്. അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനം ഏതെല്ലാം? അന്തരീക്ഷത്തിലെ നൈട്രജൻ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു. ബാക്ടീരിയയാണ്, റൈസോബിയം ബാക്ടീരിയ. ശരിയാണ്. വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. ഡീകമ്പോസേഴ്സ്. ശരിയാണ്. ചികിത്സാരംഗത്തും പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ 3 പ്രസ്താവനകളും ശരിയാണ്. മറ്റു ചില പ്രയോജനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ: പാലിനെ തൈരാക്കുന്നു, അരിമാവിനെ പുളിപ്പിക്കുന്നു, പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ നോക്കിയാൽ മീസൽസ് വായുവിലൂടെ. ശരിയാണ്. ഡെങ്കിപ്പനി ഈച്ച മുഖേനയല്ല, കൊതുകു മുഖേനയാണ്. ചെങ്കണ്ണ് സമ്പർക്കം മുഖേന. ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ: ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നത്: എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന കോളറ, വയറിളക്കം. കൊതുകു മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അമിത രക്തസമ്മർദ്ദം: കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നത്. ശരിയാണ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് പക്ഷാഘാതം. കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നത് ഫാറ്റി ലിവർ. ഫാറ്റും ലിവറും. ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ പ്രമേഹം. 4ഉം ശരിയാണ്. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg. തലച്ചോറിലേക്ക് പോകുന്ന ഒന്നോ അതിലധികമോ രക്തധമനികളുടെ തകരാറ് മൂലം തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് പെട്ടെന്നുണ്ടാകാവുന്ന ആഘാതത്തെ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം. നമ്മുടെ തലച്ചോറിന് സുഗമമായ പ്രവർത്തനത്തിന് തുടർച്ചയായിട്ട് ഓക്സിജൻ ആവശ്യമാണ്. ഓക്സിജൻ്റെ വിതരണം തടസ്സപ്പെടുകയോ നിലയ്ക്കുകയോ ചെയ്യുമ്പോൾ ആ കോശങ്ങൾ നശിച്ചു തുടങ്ങും. പൊണ്ണത്തടി, പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന ട്രൈഗ്ലിസറൈഡുകൾ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഫാറ്റി ലിവറിന് സാധ്യത കൂടുതലാണ്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണെന്ന് ഓർക്കുക. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയ അവസ്ഥയ്ക്കാണ് പ്രമേഹം എന്ന് പറയുന്നത്. അതായത് ഇൻസുലിൻ്റെ കുറവ്. ഇൻസുലിൻ്റെ കുറവ് മൂലം ശരീരത്തിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ ആഗിരണം കുറയും. അങ്ങനെ വരുമ്പോൾ ആ ഗ്ലൂക്കോസ് രക്തത്തിൽ കൂടും. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ മൂത്രത്തിലും കണ്ടു തുടങ്ങും. ഇതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. കരൾ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ്. രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്, പക്ഷേ ജീർണിക്കുന്ന അവസ്ഥ സിറോസിസ് ആണ്.
ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറസ് ബാധയാണ്. കറക്റ്റ്. ഹെപ്പറ്റൈറ്റിസിൻ്റെ ഏറ്റവും അപകടകരമായ വകഭേദം ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ്. കരളിനുണ്ടാകുന്ന വീക്കം ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ, ജി. എഫ് ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. മലിനജലത്തിലൂടെ പകരുന്ന വകഭേദങ്ങളാണ് എയും ഇയും. ബാക്കി ബിയും സിയും ഡിയും ഒക്കെ ശരീരസ്രവങ്ങളിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. മലമ്പനി പരത്തുന്ന കൊതുകുകൾ അനോഫെലിസ് കൊതുകുകൾ. പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന അന്നഭോജികളിലൂടെയായ പ്രോട്ടോസോവ അവരാണ് മലമ്പനി അഥവാ മലേറിയയ്ക്ക് കാരണമാകുന്നത്. പരത്തുന്നത് പെൺ അനോഫിലിസ് കൊതുകുകൾ. അണുബാധയുള്ള പെൺ അനോഫിലിസ് കൊതുകുകളുടെ കടിയേൽക്കുമ്പോൾ പ്ലാസ്മോഡിയം മനുഷ്യരിലേക്ക് പകരുന്നു. വെസ്റ്റ് നൈൽ വൈറസ്, ഫൈലേറിയോസിസ്, ജാപ്പനീസ് എൻസെഫലിറ്റിസ് തുടങ്ങിയവ പകരുത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ്. ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, സിക്ക, ചിക്കൻ ഗുനിയ ഇവയൊക്കെ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി വിഭാഗത്തിലുള്ള കൊതുകുകളാണ്. രക്തം ശരിയായി കട്ടപിടിക്കാത്ത ഒരു പാരമ്പര്യ രക്തസ്രാവ വൈകല്യം നമുക്കറിയാം, രാജകീയ രോഗം എന്നറിയപ്പെടുന്ന ഹീമോഫീലിയ. ഹീമോഫീലിയയെ അരാജകീയ രോഗം എന്ന് വിളിക്കുന്നു. കാരണം ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞി ഹീമോഫീലിയ ജീനിൻ്റെ വാഹകയായിരുന്നു. ഹീമോഫീലിയ ബിയെ ക്രിസ്മസ് രോഗം എന്നും അറിയപ്പെടുന്നു. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ഫാക്ടർ 9ൻ്റെ അപര്യാപ്തതയാണ് ഹീമോഫീലിയ ബി ഉണ്ടാക്കുന്നത്. ഈ ഫാക്ടർ 9നെ വിളിക്കുന്ന പേരാണ് ക്രിസ്മസ് ഫാക്ടർ. ഫാക്ടർ 8ൻ്റെ അപര്യാപ്തത ഹീമോഫീലിയ എ, അതാണ് ക്ലാസിക് ഹീമോഫീലിയ. ഫാക്ടർ 11ൻ്റെ അപര്യാപ്തത ഹീമോഫീലിയ സി. 8 ആണെങ്കിൽ എ, 9 ആണെങ്കിൽ ബി, 11 ആണെങ്കിൽ സി. താഴെ പറയുന്നവയിൽ പ്രോട്ടീൻ്റെ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവി ഏത്? നമുക്കറിയാം, വൈറസ്. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിൻ്റെ പ്രവർത്തനമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. വിവിധ ശ്വസന വൈറസുകൾ ജലദോഷത്തിന് കാരണമാകും. എന്നാൽ ഏറ്റവും സാധാരണമായിട്ടുള്ളത് റിനോ വൈറസുകളാണ്. ഒരു പ്രോട്ടീൻ കോട്ടിനാൽ ചുറ്റപ്പെട്ട ന്യൂക്ലിയിക് ആസിഡ്, DNA അല്ലെങ്കിൽ RNA, ഏതെങ്കിലും ഒരു ന്യൂക്ലിയിക് ആസിഡ്, അതിൻ്റെ ഒരു ഭാഗമടങ്ങുന്ന സൂക്ഷ്മജീവിയാണ് വൈറസ്. അപ്പോൾ പൊതുജനാരോഗ്യ മേഖലയിലെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ പാഠപുസ്തകത്തിലെ അകറ്റി നിർത്താം രോഗങ്ങളെ, പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ തുടങ്ങി കുറച്ചേറെ ചാപ്റ്ററുകളുടെ സമ്മിശ്ര നോട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊതുജനാരോഗ്യം നന്നായി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരുത്തി മനസ്സിലാക്കി ഒന്നുകൂടി കേട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ 2 ക്ലാസ് കഴിഞ്ഞു. ഒരു 2 ക്ലാസ് കൂടി ആവുമ്പോൾ ഈ SCERTയിൽ നിന്നുള്ള പൊതുജനാരോഗ്യം ക്ലാസ് കംപ്ലീറ്റ് ആകും. അതിനുശേഷം നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഈ വീഡിയോയൊക്കെ പരീക്ഷയ്ക്ക് പ്രയോജനപ്രദമാകും എന്ന് തോന്നുന്നവർ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.